നീ അവളുടെ കാര്യം നോക്കിക്കോ, ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇത്രയും പെട്ടെന്ന് അവളുടെ ശരീരത്തിലേക്ക് ആണിയിർക്ക്. എന്നെ വിടാനാ പറഞ്ഞേ, എന്നെ വിടുന്നതായിരിക്കും നിനക്ക് നല്ലത്. എന്നെ വിടാൻ. ഓ, നീ എന്താ ആലോചിക്കുക? ആണി എത്രയും പെട്ടെന്ന് അവളുടെ തലയിലേക്ക് കയറ്റി എന്നാലേ അവൾ നമ്മളെ വിട്ടു പോവുള്ളൂ. അതല്ല ഞാൻ ആലോചിക്കുന്നത്. ഓ, ഈ നേരത്താണ് നിന്റെ ആലോചന. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തുറക്ക്. എന്നിട്ട് എത്രയും പെട്ടെന്ന് അവളുടെ തലയിൽ ആണി കയറ്റി. അല്ലാതെ അവളെ നേരെ പുറത്തിറങ്ങിയ ഇവളെ കൊന്നിട്ട സ്ഥലത്ത് തന്നെ നമുക്ക് ഇവളെ ഇല്ലാതാക്കണം. അതാണ് എന്റെ പ്ലാൻ. പിന്നെ ഒന്നും ഇല്ലാതെ നീ എത്രയും പെട്ടെന്ന് അവളുടെ തലയിൽ ആണി കയറ്റി. ഞാൻ പറയുന്നത് നീ കേൾക്ക്. ഇല്ല, ഈ കാദാമ്പരിക്ക് ഒരു തീരുമാനമുണ്ട്. അതങ്ങ് അനുസരിച്ചാൽ മതി എല്ലാരും. നീ ഞാൻ പറയുന്നത് കേൾക്ക്. അതൊക്കെ റിസ്കാ. പിന്നെ ഇവിടെ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. നീ പറയുന്നത് കേൾക്ക്. നിനക്കറിയാലോ എന്റെ സ്വഭാവം. ഞാൻ പറയും, നീ അങ്ങ് അനുസരിക്കും. കേട്ടല്ലോ? എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. എന്തെങ്കിലും ചെയ്ത് തോൽക്ക്. നീ പോയ സ്ഥലത്ത് നിന്ന് നിന്നെ ഇല്ലാതാക്കിയാലേ നിനക്ക് ഇതിന്റെ വേദന തിരിയും. ഈ ഭൂമിയോട് വിട പറയാൻ നീ തയ്യാറായി നിന്നോ? മിണ്ടാതെ ഇവിടെ ഇരുന്നോണം. കേട്ടല്ലോ? അവിടെയാണ് അവിടെ. എന്താണെന്ന് വെച്ചാൽ നീ എത്രയും പെട്ടെന്ന് ചെയ്യ്. ഓം ശക്തി ശക്തി, ഓം ശക്തി ശക്തി. കയറടി ഇതിലേക്ക്. നീ കാദാമ്പരിയുടെ തനിക്കുണം പുറത്തെടുപ്പിക്കരുത്. ഇതിലേക്ക് കയറാൻ. ഓഹോ, അങ്ങനെയാണോ? ഉസ്മാൻ, അവൾക്കിട്ടൊന്ന് കൊടുക്ക്. അതിനെന്താ? അങ്ങനെ വഴിക്ക് വാ. അവളെ വിട്ടേക്ക്. ഇത്തവണത്തേക്ക് നീ രക്ഷപ്പെട്ടു. കേട്ടല്ലോ? ഈ ചന്ദ്രമുഖി ആരാന്ന് നീ അറിയാൻ പോകുന്നതേയുള്ളൂ. നീ നോക്കിക്കോ. വല്ലതും പറഞ്ഞോ നീ? അങ്ങനെയാണ് നിനക്ക് കൊള്ളാം. പെട്ടെന്ന് ഇതിലേക്ക് കയറ്. അപ്പൊ നിനക്ക് വിചാരിച്ചെല്ലാം ചെയ്യാൻ കഴിയും. നിന്നെ സമയം കളയാതെ എത്രയും പെട്ടെന്ന് നടക്ക്. ശരി ശരി, അവളെ നീ നോക്കിക്കോ. അത് ഞാൻ ഏറ്റു. എന്റെ ദൈവമേ, ഈ ചന്ദ്രമുഖിനെ ഞാൻ എവിടെയാ തപ്പണ്ടേ? എവിടെയും കാണുന്നില്ലല്ലോ. എവിടെ എവിടെ പോയി? ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് മറിയാമ്മ സാറിനെ വിളിക്കണം. ഹലോ, മറിയാമ്മ സാറേ, മറിയാമ്മ സാറേ. അല്ല, ഇതാര്? എന്തൊക്കെയുണ്ടോ വിശേഷം? ഹലോ മറിയാമ്മ സാറേ, ഒരു അത്യാവശ്യ കാര്യം പറയാനാ വിളിച്ചത്. ചന്ദ്രമുഖിനെ എവിടെയും കാണുന്നില്ല. ഇല്ല ഇല്ല മറിയാമ്മ സാറേ, ഞാൻ ഇനി നോക്കാത്ത സ്ഥലമില്ല. അപ്പൊ താനെന്താ പറഞ്ഞിരുന്ന ചന്ദ്രമുഖി മിസ്സി? അതെ അതെ, അവളെ എവിടെയും കാണുന്നില്ല. താൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഈ മറിയാമ്മ തോമസ് ജീവനോടുള്ളിടത്തോളം കാലം അവൾക്ക് ഒന്നും സംഭവിക്കില്ല. താൻ വെച്ചോ. രാഘവ, വണ്ടി എടുക്ക്. ശരി മാഡം. ഈ മറിയാമ്മ തോമസിന്റെ സ്റ്റേഷൻ പരിധിയിൽ സ്ത്രീകളെ കാണാനില്ലെന്നോ? കാണിച്ചു കൊടുക്കാൻ ഞാൻ വിത്തിൻ 10 മിനിറ്റ്സ് അവരെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഇവിടെയാണ് ഇവള് കിടക്കേണ്ടത്. കാരണം ഇവളുടെ അമ്മയും ഇതില്ല. ഇവിടെ അങ്ങ് തള്ളിയിട്ടാൽ ഇതിലേക്ക്. ആദ്യം ഇവളെ ഇല്ലാതാക്കണം, എന്നിട്ട് വേണം ബാക്കി തീരുമാനിക്കാൻ. മിണ്ടാതിരിക്കാനാ പറഞ്ഞേ. ഞങ്ങളെ ചോദ്യം ചെയ്യാൻ മാത്രം ഇന്ന് വരെ ആരും വളർത്തിയിട്ടില്ല. അങ്ങനെ ഒരുത്തി വളർന്നതാ ദേ ഈ കുപ്പിയിൽ കിടക്കുന്നേ. നിനക്കും അതുപോലെ ആവണോ? ആര് പറഞ്ഞടി അതിന് ഞങ്ങൾ മനുഷ്യ സ്ത്രീയാണ്? ശരിയാ, നിന്നെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല. ഒരു മൃഗമാ നിങ്ങളൊക്കെ. എടി നിന്നെ ഞാൻ നിർത്താൻ. ആദ്യം നമുക്ക് ഇവളെ കഥ കഴിക്കാം, എന്നിട്ട് നോക്കാം അവളെ. എന്ത് നോക്കി നിൽക്കുക? എത്രയും പെട്ടെന്ന് അവളെ കിണറ്റിലേക്ക് എടുത്തിടേ. വെറുതെ അങ്ങനെ ഇടാനൊന്നും കഴിയില്ല. കുറച്ച് ഹോമങ്ങൾ ചെയ്യാനുണ്ട്. ഇനി ഹോമം മതി. നിന്റെ ഹോമം ഞാനിപ്പോ എടുത്ത് അതിന് കിണറ്റിലേക്ക് ഇടും. ഇട്ടാ അവൾ അതുപോലെ തിരിച്ചു വരും. അതോ വേണോ നിനക്ക്? അല്ലെങ്കിൽ എന്നേക്കുമായി അവളെ ബന്ധിക്കണം? എന്നേക്കുമായി. ഇനി ഒരിക്കലും അവൾക്ക് പുറത്ത് കടക്കാൻ പറ്റാതെ അവളെ ബന്ധിക്ക്. ഇനി ആരും ശബ്ദിക്കാൻ പാടില്ല. ഈ കിണറ്റിന് ചുറ്റും ഒരു പൂജയുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇവളെ ഇതിലേക്ക് ബന്ധിച്ച് എനിക്ക് താഴ്ത്താൻ കഴിയുള്ളൂ. ഓം ഓം. ഇനി ഒരാളും ശബ്ദിക്കാൻ പാടില്ല. കേട്ടല്ലോ പറഞ്ഞത്?